ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ഗോതമ്പ് ദോശയും തക്കാളി ചട്നിയും. അതിനായി ഇവിടെ ഞാൻ ആട്ടാമാവ് എടുത്തിട്ടുണ്ട്. ആശീർവാദിൻ്റെ ആട്ടാമാവാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലാക്കി ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ നമ്മൾ ആദ്യം മിക്സ് ചെയ്യുക. സ്പൂൺ ഉപയോഗിച്ച് നല്ല മിക്സ് ചെയ്യുക. അതിനുശേഷം മിക്സിയിലടിച്ച് നല്ലതുപോലെ പേസ്റ്റായിട്ട് നമ്മൾ മിക്സിയിലടിക്കുമ്പോൾ ആ നല്ല സോഫ്റ്റ്നെസ്സും അതൊക്കെ വരും. അതിന് വേണ്ടിയാണ് നമ്മൾ മിക്സിയിലടിച്ചെടുക്കുന്നത്. മിക്സിയിലടിച്ച മാവ് ഒരു പാത്രത്തിലാക്കി വെച്ച് അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. അരമണിക്കൂർ കഴിഞ്ഞ് മാത്രം നമുക്കത് ദോശ ചുടാം. ദോശമാവിന് വേണ്ടി നമ്മൾ അടിച്ച് മാറ്റി വെച്ചിരിക്കുകയല്ലേ, അത് അരമണിക്കൂർ റെസ്റ്റ് എടുക്കണം. നേരം കൊണ്ട് നമുക്കിവിടെ ചട്നി ഉണ്ടാക്കാം. അതിനൊരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി, ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. വേണമെന്നുള്ളവർക്ക് സവാള വേണമെങ്കിലും എടുക്കാം. ചിലർ സവാള എടുത്ത് മിക്സ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തത്. അതെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മതി. അതിനുശേഷം അതിലോട്ട് തക്കാളി ഇട്ട് നല്ലതുപോലെ വഴറ്റി എടുക്കുക. തക്കാളി ഒന്ന് ചെറുതായിട്ട് വഴറ്റി കിട്ടിയാൽ മതി. നമുക്കതിലോട്ട് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കായം ഇത്തിരി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക. ഇത് നല്ല വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഈ കൂട്ടെല്ലാം ഇട്ട് ശകലം വെള്ളവും കൂടെ ഒഴിച്ച് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കാം. ഈ ചട്നി നല്ല തിളപ്പിച്ചെടുക്കുക. അതിന് വേണ്ടി ഒരു പാൻ എടുത്ത് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ഈ മിക്സും കൂടെ നമ്മൾ അതിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചട്നി റെഡിയാവും. അതിന് ഗോതമ്പ് ദോശ ചുടാമേ. അങ്ങനെ എല്ലാ ദോശയും ഒന്നൊന്നായിട്ടിങ്ങനെ ചുട്ടെടുത്ത് വെച്ചു. കണ്ടില്ലേ, നല്ല നൈസ് ദോശ. നല്ല ടേസ്റ്റുമായിരിക്കും ഇത് കഴിക്കാൻ. കണ്ട, കട്ടി കുറച്ച് നമ്മൾ ചുട്ടെടുത്ത സൂപ്പർ ദോശ. അങ്ങനെ ദോശയും ചട്നിയും റെഡി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബായ്.